ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ലിക്വിഡിറ്റി, എന്താണ് ഫൈനാൻഷ്യൽ ലിക്വിഡിറ്റി, എന്താണ് മാർക്കറ്റ് ലിക്വിഡിറ്റി, എന്താണ് കമ്പനീൻ്റെ ലിക്വിഡിറ്റി, എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലിക്വിഡിറ്റി മെഷർ ചെയ്യുക. ആദ്യം നമുക്ക് ലിക്വിഡിറ്റി എന്താണെന്ന് നോക്കാം. ഡെഫിനേഷൻ ഓഫ് ലിക്വിഡിറ്റി. Liquidity means how quickly you can get your hands on your cash. In simpler terms, liquidity is to get your money whenever you need it. ഒരു ഓർഗനൈസേഷൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാഷിൻ്റെ എമൗണ്ടാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. കയ്യിലുള്ള ക്യാഷിൻ്റെ എമൗണ്ടും ആവാം, അല്ലെങ്കിൽ ബാങ്കിലുള്ള സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടും ലിക്വിഡിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഡിസ്ക്രിപ്ഷൻ. Liquidity might be your emergency savings account or the cash lying with you that you can access in case of any unforeseen happening or any financial setback. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരിക, അല്ലെങ്കിൽ ഒരു കണ്ടിൻജൻ്റ് ഇവൻ്റ് ഉണ്ടാവുന്ന സമയത്ത് അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന എമർജൻസി സേവിങ്സ് അക്കൗണ്ടാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. Liquidity also plays an important role as it allows you to seize opportunities. ലിക്വിഡിറ്റി നമ്മളെ അവസരങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ലിക്വിഡ് ആയിട്ടുള്ളൊരു ഫേമിന് മാത്രമേ അവസരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ മാർക്കറ്റിൽ റോ മെറ്റീരിയൽസിൻ്റെ വില കുറഞ്ഞു, എനിക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ കയ്യിൽ ലിക്വിഡായിട്ടുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിന് ഉപയോഗിച്ച് കുറേ റോ മെറ്റീരിയൽ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അവസരങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം. ക്യാഷ്, സേവിങ്സ് അക്കൗണ്ട്, ചെക്കബിൾ അക്കൗണ്ട് ആർ ലിക്വിഡ് അസെറ്റ് ബിക്കോസ് ദേ ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. ക്യാഷ്, സേവിങ്സ് അക്കൗണ്ട്, ചെക്കബിൾ അക്കൗണ്ട് ഇതൊക്കെയാണ് ഏറ്റവും ലിക്വിഡായിട്ടുള്ള അസറ്റുകൾ. കാരണം ഇവ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഫിനാൻഷ്യൽ ലിക്വിഡിറ്റി എന്താണെന്ന് നോക്കാം. അതായത് ലിക്വിഡിറ്റീനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏറ്റവും ലിക്വിഡായിട്ടുള്ള അസറ്റ് ഏതാ? ക്യാഷും ബാങ്ക് അക്കൗണ്ടും. ബാക്കിയുള്ള അസറ്റുകൾ ഏതൊക്കെയാണ്? കറണ്ട് അസറ്റുകളും ഫിക്സഡ് അസറ്റുകളും. കറണ്ട് അസറ്റുകൾ ഏതൊക്കെയാണ് വരിക? നമ്മുടെ ഡെപ്റ്റേഴ്സ്, ബിൽ റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ, സ്റ്റോക്ക്, ഇതൊക്കെ കറണ്ട് അസറ്റാണ്. ഇതൊക്കെ ക്യാഷിൻ്റെ അത്രയും ലിക്വിഡായിട്ടുള്ള അസറ്റുകളാണോ? സ്റ്റോക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ബിൽ റിസീവബിൾ, ഡെപ്റ്റേഴ്സ് ആണെങ്കിലും നമുക്ക് ക്യാഷായിട്ട് എളുപ്പം കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഫുൾ വാല്യൂ റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറഞ്ഞ മണിക്കൂറുകളുടെ ഉള്ളിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടല്ലേ? അപ്പം ഏറ്റവും ലിക്വിഡായിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് ക്യാഷും ബാങ്കുമാണ്. അതിനുശേഷം വരുന്നത് കറണ്ട് അസറ്റുകളാണ്. കറണ്ട് അസറ്റുകൾ ലിക്വിഡാണ്, പക്ഷേ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും അത്ര വരില്ല. അത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ഫുൾ വാല്യൂ റിക്കവർ ചെയ്യുക അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഒട്ടും ലിക്വിഡ് അല്ലാത്ത അസറ്റുകൾ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഏറ്റവും കുറവുള്ള അസറ്റുകളാണ് ഫിക്സഡ് അസറ്റുകൾ എന്ന് പറയുന്നത്. മെഷീനറി, ബിൽഡിങ്, ലാൻഡൊക്കെ. ഈ അസറ്റുകൾ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം വേണം. അതുപോലെ ഫുൾ വാല്യൂ റിക്കവർ ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ ഒരു മെഷീനറി ഞാൻ വിൽക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങിയത് 1,00,000 രൂപയ്ക്കായിരിക്കും, പക്ഷേ എനിക്ക് വിൽക്കുന്ന സമയത്ത് എങ്ങനെ പോയാലും 1,00,000 രൂപ കിട്ടില്ല. ഡിപ്രീസിയേഷൻ്റെ വാല്യൂ കുറച്ച്, ടെക്നോളജിക്കൽ ചേഞ്ച് കൺസിഡർ ചെയ്ത്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത ശേഷം കുറഞ്ഞ വിലയ്ക്ക് മാത്രമേ എനിക്കൊരു ഫിക്സഡ് അസറ്റ് വിറ്റൊഴിവാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഏറ്റവും ലിക്വിഡായിട്ടുള്ള അസറ്റ് ക്യാഷും ബാങ്കും ആണ്. അതിനുശേഷം വരുന്നത് കറണ്ട് അസറ്റുകൾ. അവ ലിക്വിഡാണ്, പക്ഷെങ്കിൽ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും അത്ര വരില്ല. കുറഞ്ഞ ലിക്വിഡിറ്റി ഉള്ള അസറ്റുകളാണ് ഫിക്സഡ് അസറ്റുകൾ. അത് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ വാല്യൂ റിക്കവർ ചെയ്യാനും പറ്റില്ല. അതുപോലെ ഒരുപാട് സമയം എടുത്തിട്ട് മാത്രമേ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ലിക്വിഡിറ്റി കുഡ് ഇൻക്രീസ് ബൈ, ലിക്വിഡിറ്റി കുഡ് ഡിക്രീസ് ബൈ. എപ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ്റെ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യുക, എപ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ്റെ ലിക്വിഡിറ്റി ഡിക്രീസ് ചെയ്യുക? ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്ന 5 സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ഓർഗനൈസേഷൻ്റെ കയ്യിലുള്ള വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കൂടുക. വർക്കിംഗ് ക്യാപിറ്റൽ എന്തായിരുന്നു?
വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ ഡേ ടു ഡേ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന എമൗണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അത് കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എമൗണ്ടാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡായിട്ടുള്ള ഫണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തത് ഇൻക്രീസിങ് ദ സ്പീഡ് അറ്റ് വിച്ച് കറണ്ട് അസറ്റ് ആർ കൺവേർട്ടഡ് ടു ക്യാഷ്. നമുക്ക് എത്രത്തോളം വേഗത്തിൽ കറണ്ട് അസറ്റിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ലിക്വിഡിറ്റി കൂടുതലാണ്. എന്നാൽ 2-3 ദിവസം എടുക്കും, അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ എടുക്കുന്നതാണെങ്കിൽ ലിക്വിഡിറ്റി കുറവാണ്. മൂന്നാമത്തത് ഡിലേ ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് കറണ്ട് ലാബിലിറ്റീസ്. നമ്മുടെ കറണ്ട് ലാബിലിറ്റീസ് ആണ് ക്രെഡിറ്റേഴ്സ്, ബിൽ പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളൊക്കെ. ആ പേയ്മെൻറ്റുകൾ നമുക്ക് എത്രത്തോളം ഡിലേ ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും. നാലാമത്തത് ഡിലേ ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം ലാബിലിറ്റീസ്. ലോങ് ടേം ലാബിലിറ്റീസ് എന്തൊക്കെയാ? ബോണ്ട്, ഡിബഞ്ചർ, ലോങ് ടേം ലോണൊക്കെ. ഇതൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ഡിലേ ചെയ്ത് വെക്കുക. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഫുൾ എമൗണ്ടിൻ്റെ പേയ്മെൻറ്റോ നമ്മൾ ഡിലേ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലിക്വിഡിറ്റീനെ, കയ്യിലുള്ള ഫണ്ടിനെ കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടി പറ്റും. അഞ്ചാമത്തത് ഒമിറ്റിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷ് ടു ഓണേഴ്സ്. ഓണേഴ്സിന് നമ്മൾ കൊടുക്കേണ്ട ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് അത് നമ്മൾ ഒമിറ്റ് ചെയ്തിട്ട് നമുക്ക് റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ വെക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ലിക്വിഡിറ്റി കൂടും. അപ്പം ഈ 5 സാഹചര്യങ്ങളിലും ഒരു ഓർഗനൈസേഷൻ്റെ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ, increasing the speed at which current assets are converted to cash, delaying the payment of current liabilities, delaying the payment of long-term liabilities, omitting the distribution of cash to owners. ഇനി എപ്പോഴാണ് ലിക്വിഡിറ്റി ഡിക്രീസ് ചെയ്യുന്നത്? ലിക്വിഡിറ്റി could decrease from 1. A decrease in working capital. വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡിറ്റി ഡിക്രീസ് ചെയ്യുന്നു, കയ്യിലുള്ള ഫണ്ട് കുറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലിക്വിഡിറ്റി കുറയുന്നു. രണ്ടാമത്തത് പർച്ചേസിങ് ഓർ പ്രൊഡ്യൂസിങ് ടു മെനി ഐറ്റംസ് ഫോർ ഇൻവെൻട്രി. നമ്മൾ ഒരുപാട് പണം ഇൻവെൻട്രീൻ്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് ഫണ്ട് കുറയുന്നു, ലിക്വിഡിറ്റി കുറയുന്നു. മൂന്നാമത്തത് എ സ്ലോ ഡൗൺ ഇൻ ദ സ്പീഡ് അറ്റ് വിച്ച് കറണ്ട് അസറ്റ് ആർ കൺവേർട്ടഡ് ടു ക്യാഷ്. നമുക്ക് മുൻപ് വേഗത്തിൽ കറണ്ട് അസറ്റിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം ആ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്, സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ലിക്വിഡിറ്റി കുറയും. നാലാമത്തത് പേയിങ് കറണ്ട് ലാബിലിറ്റീസ് ടു സൂൺ. നമ്മൾ കറണ്ട് ലാബിലിറ്റീസൊക്കെ പെട്ടെന്ന് പേ ചെയ്ത് ഒഴിവാക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിക്വിഡിറ്റി കുറവായിരിക്കും, നമ്മളെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ് കുറവായിരിക്കും. അപ്പം ലിക്വിഡിറ്റി കുറയുന്ന 4 സാഹചര്യങ്ങളാണുള്ളത്. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, പർച്ചേസിങ് ഓർ പ്രൊഡ്യൂസിങ് ടു മെനി ഐറ്റംസ് ഫോർ ഇൻവെൻട്രി, എ സ്ലോ ഡൗൺ ഇൻ ദ സ്പീഡ് അറ്റ് വിച്ച് കറണ്ട് അസറ്റ് ആർ കൺവേർട്ടഡ് ടു ക്യാഷ്, പേയിങ് കറണ്ട് ലാബിലിറ്റീസ് ടു സൂൺ. അടുത്ത ടോപ്പിക്ക് ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ്. എന്താണ് മാർക്കറ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്? Market liquidity refers to a market's ability to allow assets to be bought and sold easily and quickly so as a country's financial market or real estate market. ഒരു കൺട്രീൻ്റെ ഫിനാൻഷ്യൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിലോ എത്രത്തോളം വേഗത്തിൽ അസറ്റുകളെ വാങ്ങാനും വിൽക്കാനും പറ്റും, അത് ഒരു മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ ഒരു അസറ്റ് വിൽക്കാൻ പോയിട്ട് അതെനിക്ക് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ വിൽക്കാൻ പറ്റുകയാണെങ്കിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി കൂടുതലാണ്. അതേപോലെ 1 ലക്ഷത്തിൻ്റെ അസറ്റ് എനിക്ക് 1 ലക്ഷം രൂപയ്ക്ക് തന്നെ വിറ്റ് പോവുകയാണെങ്കിൽ ലിക്വിഡിറ്റി കൂടുതലാണ്. എനിക്ക് എൻ്റെ അസറ്റ് വിൽക്കാൻ കഴിയുന്നില്ല, ഞാൻ ഒരുപാട് പൈസ ഡിസ്കൗണ്ടിനാണ് എൻ്റെ അസറ്റ് വിൽക്കുന്നതെങ്കിൽ ലിക്വിഡിറ്റി കുറവാണ് എന്ന് പറയാം. അപ്പം ലിക്വിഡിറ്റി, മാർക്കറ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം പെട്ടെന്ന് നമുക്കൊരു അസറ്റിന് വാങ്ങാനോ വിൽക്കാനോ കഴിയും എന്നതാണ് കാണിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ അസറ്റിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ലിക്വിഡിറ്റി കൂടുതലാണ്. വാല്യൂ വ്യത്യാസമൊന്നും വരാതെ ഡിസ്കൗണ്ടിനല്ലാതെ പ്രീമിയത്തിനോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള വാല്യൂനോ ഫേസ് വാല്യൂനോ വിൽക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ലിക്വിഡിറ്റി കൂടുതലാണ്.
ഇനി മൂന്നാമതൊരു ഫാക്ടറും കൂടെ ലിക്വിഡിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന മൂന്നാമതൊരു ഫാക്ടറും കൂടെ ഉള്ളത് ദ ടൈം ഓഫ് ഡേ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു. ഏത് സമയത്താണ് നമ്മൾ സെയിൽ നടത്താൻ വേണ്ടി പോകുന്നത്. മാർക്കറ്റ് ഹവേഴ്സിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും. നമ്മുടെ അസറ്റ് വാങ്ങാൻ എന്തായാലും മാർക്കറ്റിൽ പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. പക്ഷേങ്കിൽ മാർക്കറ്റ് ഹവേഴ്സിന് ശേഷമാണ് നമ്മൾ പോകുന്നതെങ്കിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇഫ് യു ആർ ട്രേഡിങ് ആൻ ഓവർസീസ് ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് കറൻസീസ്, ഞാനൊരു ഓവർസീസ് ഇൻസ്ട്രുമെൻ്റ് ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, കറൻസി മാതിരിയുള്ള ഒരു ഓവർസീസ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഞാൻ ഏത് ഹവറിൽ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏഷ്യൻ ട്രേഡിംഗ് ഹവേഴ്സിൽ ഞാൻ യൂറോ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ലിക്വിഡിറ്റി വളരെയധികം കുറവായിരിക്കും. അതേ സമയത്ത് ഞാൻ യൂറോപ്യൻ ട്രേഡിംഗ് ഹവറിലാണ് യൂറോ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും. മാർക്കറ്റ് ലിക്വിഡിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഏത് സമയത്താണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതാണ് ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ്. അടുത്തത് ഫിനാൻഷ്യൽ ലിക്വിഡിറ്റി ഇൻ മാർക്കറ്റ് ആൻഡ് കമ്പനീസ്. മാർക്കറ്റ് ലിക്വിഡിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്പനീൻ്റെ ലിക്വിഡിറ്റി ആണ്. കമ്പനീൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അവരുടെ കൈവശമുള്ള വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലുള്ള കമ്പനിയാണെങ്കിൽ അവരുടെ ലിക്വിഡിറ്റിയും കൂടുതലായിരിക്കും. അതായത് കറണ്ട് ലാബിലിറ്റിയേക്കാൾ കൂടുതൽ എത്ര എമൗണ്ട് കറണ്ട് അസറ്റ് കൈവശം വെക്കുന്നുണ്ട്. കറണ്ട് അസറ്റ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ലിക്വിഡിറ്റി കൂടുതലാണ്. വർക്കിംഗ് ക്യാപിറ്റൽ അല്ലാതെ ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ നമുക്ക് വേറെയും ടൂളുകളുണ്ട്. അതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും റേഷ്യോസും. റേഷ്യോസിൽ ലിക്വിഡിറ്റി റേഷ്യോസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു കമ്പനീൻ്റെ ലിക്വിഡിറ്റി മെഷർ ചെയ്യുക. ലിക്വിഡിറ്റി റേഷ്യോസ് എയിംസ് അറ്റ് ഡിറ്റർമൈനിങ് ദ എബിലിറ്റി ഓഫ് ബിസിനസ് ടു മീറ്റ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ലിക്വിഡിറ്റി റേഷ്യോ മെഷർ ചെയ്യുന്നത്. 3 പ്രധാനപ്പെട്ട ലിക്വിഡിറ്റി റേഷ്യോസ് ആണുള്ളത്. കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. കറണ്ട് റേഷ്യോ ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലാബിലിറ്റി. കറണ്ട് റേഷ്യോ 2:1 മേലെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലിക്വിഡിറ്റി കൂടുതലാണ്. ക്വിക്ക് റേഷ്യോ ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വിക്ക് അസറ്റ് ആൻഡ് ക്വിക്ക് ലാബിലിറ്റി. ക്വിക്ക് റേഷ്യോ 1:1 മേലെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ലിക്വിഡിറ്റി ഹൈ ആണ്. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ഷോസ് അബ്സല്യൂട്ട് ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ ബിസിനസ്. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ 1:2 മേലെയാണെങ്കിൽ ഓർഗനൈസേഷൻ്റെ ലിക്വിഡിറ്റി ഹൈ ആണ്. അപ്പം നമുക്കൊരു കമ്പനീൻ്റെ ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു കമ്പനീൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ മെഷർ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ലിക്വിഡിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ബോട്ടം ലൈൻ നോക്കാം, ലിക്വിഡിറ്റിൻ്റെ കൺക്ലൂഷൻ നോക്കാം. ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ ക്യാഷായിട്ടും ബാങ്ക് അക്കൗണ്ടിലും കീപ്പ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ എമൗണ്ടിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡിവിജ്വൽസിനാണെങ്കിലും കമ്പനികൾക്കാണെങ്കിലും മാർക്കറ്റിനാണെങ്കിലും ലിക്വിഡിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിലോ ലിക്വിഡിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഇനി നമുക്ക് ലിക്വിഡിറ്റി മെഷർ ചെയ്യാനുള്ള ടൂളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും 3 ടൂളുകളാണുള്ളത്. വർക്കിംഗ് ക്യാപിറ്റൽ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, റേഷ്യോ. ആദ്യത്തെ ടൂള് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. രണ്ടാമത്തെ ടൂളാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അറിയാനുള്ളത് എന്താണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, വാട്ട് ഈസ് ദ ഫോർമാറ്റ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ കമ്പ്യൂട്ടേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യം നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഫൈനാൻഷ്യൽ റിസൾട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള ഫൈനാൻഷ്യൽ റിസൾട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് കണ്ടെയ്ൻസ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ഡ്യൂറിങ് ദ പീരീഡ്.
ഒരു പീരീഡിലുള്ള റവന്യൂ എക്സ്പെൻസും ആണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഏർണിംഗ്സ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വേറെ പേരുകൾ എന്തൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഏർണിംഗ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. Income statement is usually made by firms engaged in sale of services. ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുന്ന ഫേമുകൾ, ട്രേഡിങ്ങിൽ എൻഗേജ് ചെയ്യുന്ന ഫേമുകൾ എന്ത് അക്കൗണ്ടാണ് ഉണ്ടാക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ വെർട്ടിക്കൽ ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക സർവീസിൽ എൻഗേജ് ചെയ്യുന്ന ഫേമുകളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഡെഫിനിഷൻ ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് കമ്പോണൻസ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. എന്തൊക്കെയാണ് ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കമ്പോണൻസ്? 9 പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനുള്ളത്. ആദ്യത്തെ കമ്പോണൻ്റാണ് റവന്യൂ. റവന്യൂ മീൻസ് ഇൻകം ഏൺഡ് ത്രൂ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു ഓർഗനൈസേഷൻ സാധനങ്ങളോ സേവനങ്ങളോ വിറ്റിട്ട് ഉണ്ടാക്കുന്ന വരുമാനത്തിനാണ് റവന്യൂ എന്ന് പറയുക. എന്തൊക്കെയാണ് വരുമാനം ഉണ്ടാവുക? സെയിൽസ് ഉണ്ടാവും, കമ്മീഷൻ ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ അവർ സാധനങ്ങളും സേവനങ്ങളും വിറ്റിട്ട് കിട്ടുന്ന വരുമാനങ്ങളാണ്. ഇതിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. റവന്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെറ്റ് റവന്യൂ ആണ് കൺസിഡർ ചെയ്യുക. അതായത് സെയിൽസ് റിട്ടേൺ കുറച്ചതിന് ശേഷം ഉള്ള റവന്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം ആദ്യത്തെ കമ്പോണൻ്റാണ് റവന്യൂ. രണ്ടാമത്തെ കമ്പോണൻ്റ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് മീൻസ് the fund incurred in generation of revenue. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻകർ ചെയ്തിട്ടുള്ള ചെലവുകളെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയാം. In the process of rendering services, a company will incur various expenses such as promotional expenses, advertisement expenses ആണ്, സെയിൽസ് മാനേജർ സാലറി ഒരു എക്സ്പെൻസ് ആണ്, ഡിപ്രീസിയേഷൻ ഓൺ യൂസേജ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ടു ഏൺ റവന്യൂ ബൈ റെൻഡറിങ് സർവീസസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ഇതൊക്കെയാണ് എക്സ്പെൻസസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് എക്സ്പെൻസസ്. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവാകുന്ന ഫണ്ടിനാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയാം. മൂന്നാമത്തെ കമ്പോണൻ്റ് ആണ് നെറ്റ് ഇൻകം. റവന്യൂന്ന് എക്സ്പെൻസ് കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടാണ് നെറ്റ് ഇൻകം. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ്. In other words, after deducting all expenses and taxes from revenue earned during the period, remaining is the net income from business operation. അപ്പോൾ മൂന്നാമത്തെ കമ്പോണൻ്റ് നെറ്റ് ഇൻകം ആണ്. റവന്യൂന്ന് എക്സ്പെൻസസ് കുറച്ചാൽ നമുക്ക് നെറ്റ് ഇൻകം കിട്ടും. നാലാമത്തെ കമ്പോണൻ്റ് ആണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസിന് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നും പറയാറുണ്ട്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഓൺ ഗുഡ്സ് സോൾഡ് ഓർ സർവീസ് പ്രൊവൈഡഡ്. ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓൺ റോ മെറ്റീരിയൽ, സാലറി, റെൻറ്റ്, ഡിപ്രീസിയേഷൻ എറ്റ്സെട്ര ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു സെയിൽ. സെയിൽസുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്ത് വരുന്ന റോ മെറ്റീരിയൽ, സാലറി, റെൻറ്റ്, ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടൊക്കെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ വരിക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി കോസ്റ്റ് ഓഫ് സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കമ്പ്യൂട്ട് ചെയ്താൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള റവന്യൂന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറച്ചാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കിട്ടും. ഇറ്റ് റെപ്രസെൻറ്റ്സ് the profit earned on goods and services of the company before any selling, general and administrative expenses and finance costs are accounted for. Selling and distribution expenses അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും കുറയ്ക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റവന്യൂന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറച്ചാൽ മതി. നാലാമത്തെ കമ്പോണൻ്റാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. അഞ്ചാമത്തെ കമ്പോണൻ്റാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്.
ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസിനും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയാം. ഇറ്റ് ഇൻക്ലൂഡ്സ് സാലറി ഓഫ് CEO, മാർക്കറ്റിംഗ് എക്സ്പെൻസസ്, ഓഫീസ് റെൻറ്റ്, സാലറി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, ഫ്യൂൽ ഫോർ ഡെലിവറി വെഹിക്കിൾസ് എറ്റ്സെട്ര. അപ്പം നമ്മൾ ഓൾറെഡി എന്തൊക്കെ കണ്ടുപിടിച്ചു? റവന്യൂ കണ്ടുപിടിച്ച്, കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിഡക്റ്റ് ചെയ്തിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച്, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കുകയാണ് നമ്മൾ. ഇനി നമ്മൾ ആറാമത്തെ കമ്പോണൻ്റാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, EBIT. It is equal to gross profit minus operating expenses. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ് ആഫ്റ്റർ കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഹാവ് ബീൻ ചാർജ്ഡ് ടു റവന്യൂ. കോസ്റ്റ് ഓഫ് സെയിൽസും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ചാർജ് ചെയ്തതിന് ശേഷം നമുക്കുണ്ടാവുന്ന റവന്യൂ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ കമ്പോണൻ്റാണ് ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. ഇറ്റ് ഈസ് ദ നെറ്റ് ഇൻകം. ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുന്ന നെറ്റ് ഇൻകമാണ് ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. ഇറ്റ് ഗിവ്സ് എ പിക്ചർ ഓഫ് കമ്പനീസ് കണ്ടിന്യൂയിങ് ഏർണിംഗ് കപ്പാസിറ്റി. ഒരു ഓർഗനൈസേഷൻ്റെ കണ്ടിന്യൂയിങ് ഏർണിംഗ് കപ്പാസിറ്റിയാണ് ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിന് നമ്മൾ ടാക്സിൻ്റെ വാല്യൂ കുറയ്ക്കുന്നു. അപ്പോഴാണ് നമുക്ക് ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ കിട്ടുക. അതാണ് ഒരു ബിസിനസ്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇമാജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എട്ടാമത്തെ കമ്പോണൻ്റാണ് ഇൻകം ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. ദീസ് ആർ ആഫ്റ്റർ ടാക്സ് എക്സ്പെൻസസ്. ടാക്സിൻ്റെ പേയ്മെൻറ്റിന് ശേഷം വരുന്ന എക്സ്പെൻസസ് ആണ് ഇൻകം ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. നെറ്റ് ഇൻകം ഇസ് ഈക്വൽ ടു ഇൻകം ഫ്രം കണ്ടിന്യൂഡ് ഓപ്പറേഷൻ പ്ലസ് ആഫ്റ്റർ ടാക്സ് ഇൻകം ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ നെറ്റ് ഇൻകത്തിൽ ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷനും ഇൻകം ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷനും ഇൻക്ലൂഡഡ് ആണ്. രണ്ടും കൂടെ കൂട്ടിയാലാണ് നമുക്ക് നെറ്റ് ഇൻകം കിട്ടുക. ലാസ്റ്റത്തെ ഒമ്പതാമത്തെ കമ്പോണൻ്റാണ് ഏർണിങ്സ് പെർ ഷെയർ. ഏർണിങ്സ് പെർ ഷെയർ എന്ന് വെച്ചാൽ ഒരു ഷെയറിൻ്റെ മേലെ ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് എത്ര രൂപ ഏർണിങ്സ് കിട്ടും, അതാണ് ഏർണിങ്സ് പെർ ഷെയർ. ഏർണിങ്സ് പെർ ഷെയർ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? നെറ്റ് ഇൻകം മൈനസ് പ്രിഫേർഡ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർ. നെറ്റ് ഇൻകത്തിൽ നിന്ന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കുറച്ച ശേഷം നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏർണിങ്സ് പെർ ഷെയർ കിട്ടും. ഒരു ഷെയർ ഹോൾഡർക്ക് ഷെയറിൻ്റെ മേലെ എത്ര രൂപ ഏർണിങ്സ് കിട്ടും എന്ന് മനസ്സിലാക്കാം. ഇതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ 9 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ്. ഇനി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് വൈ ഡു ബിസിനസ് പ്രിപ്പയർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. We must mainly remember one thing, that a company does not operate fully on owned fund. It borrows money from outsiders to run its operational activities. ഒരു ഓർഗനൈസേഷനും ഓൺ ഫണ്ട് മാത്രം ഉപയോഗിച്ചിട്ടല്ല വർക്ക് ചെയ്യുന്നത്. അവർ ഔട്ട്സൈഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫണ്ട് വാങ്ങിയിട്ടും കൂടാണ് വർക്ക് ചെയ്യുന്നത്. So, the external users of income statement, that is investors, creditors and other lenders must make decisions about resource allocation as where to put their money. അതായത് ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അവർ എന്തിൻ്റെ മേലെയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അവരുടെ തീരുമാനത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള വിവരം നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, ഔട്ട്സൈഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ പ്രധാനപ്പെട്ട എക്സ്റ്റേണൽ യൂസേഴ്സാണ് ഇൻവെസ്റ്റേഴ്സ്, ലെൻഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്. ഈ 3 കൂട്ടർക്കും ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്.
അപ്പം 3 കൂട്ടരാണുള്ളത്. നമുക്ക് അവർക്ക് എന്തൊക്കെ വിവരങ്ങളാണ് വേണ്ടത് നോക്കാം. ആദ്യം ഇൻവെസ്റ്റേഴ്സ്. This statement will help them to decide whether to keep or sell the shares they own in the company. ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടാണ് ഓർഗനൈസേഷനിൽ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം വിഡ്രോ ചെയ്യണോ എന്ന് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമാണ്. രണ്ടാമത്തെ നീഡ് എന്ന് പറയുന്നത് ഫോർ ലെൻഡേഴ്സാണ്. നമ്മുടെ ഓർഗനൈസേഷന് ഫണ്ട് ലെൻഡ് ചെയ്യുന്ന ബാങ്ക് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവർ നമ്മുടെ റീപേയിങ് കപ്പാസിറ്റി നോക്കും. നമുക്ക് നല്ല റീപേയിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് ഫണ്ട് ലെൻഡ് ചെയ്യുള്ളൂ. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ലെൻഡേഴ്സ് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തത് ഫോർ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ സപ്ലയേഴ്സാണ്. നമുക്ക് ക്രെഡിറ്റിന് സാധനങ്ങൾ തരുന്ന ആൾക്കാർ. അവർ നമുക്ക് സാധനങ്ങൾ ക്രെഡിറ്റിന് തരുന്നതിന് മുൻപ് നോക്കും നമുക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ, അങ്ങനെ ക്രെഡിറ്റിന് കൊടുത്താൽ അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ എന്ന് നോക്കും. അങ്ങനെ നോക്കിയതിന് ശേഷം മാത്രമേ ക്രെഡിറ്റേഴ്സ് നമുക്ക് ക്രെഡിറ്റിന് സാധനം തരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുള്ളൂ. അങ്ങനെ 3 കൂട്ടർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സിന്, ലെൻഡേഴ്സിന്, ക്രെഡിറ്റേഴ്സിന്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോർമാറ്റ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ വെർട്ടിക്കൽ ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. സർവീസിൽ എൻഗേജ് ചെയ്യുന്ന ഫേമുകളാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓർഗനൈസേഷനിലെ മൊത്തം ട്രാൻസാക്ഷനെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കും, റവന്യൂ, എക്സ്പെൻസസും. ആദ്യം നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിലെ റവന്യൂ ആണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യുക. ആദ്യത്തെ ഹെഡ് റവന്യൂ. അതിൽ നമ്മൾ സെയിൽസ് റവന്യൂ റെക്കോർഡ് ചെയ്യും. അതർ റവന്യൂസ് എന്ന് വെച്ചാൽ കമ്മീഷനായിട്ടോ ഇൻട്രസ്റ്റ് ആയിട്ടോ നമുക്ക് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്യും. അങ്ങനെ സെയിൽസ് റവന്യൂയും അതർ റവന്യൂവും കൂടെ കൂട്ടിയാലാണ് നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടുക. ടോട്ടൽ റവന്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിട്ടേൺസ് എല്ലാം കുറയ്ക്കുന്നുണ്ട്. സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ റിട്ടേൺ കുറയ്ക്കും. അങ്ങനെ കമ്പ്യൂട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ടോട്ടൽ റവന്യൂ കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കമ്പ്യൂട്ട് ചെയ്യും. ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ എമൗണ്ടിന് നമ്മൾ ടോട്ടൽ റവന്യൂന്ന് കുറയ്ക്കും. ടോട്ടൽ റവന്യൂന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ് പിന്നീട് നമ്മൾ എക്സ്പെൻസസ് കുറയ്ക്കുക. ഓർഗനൈസേഷൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അക്കൗണ്ടിങ് എക്സ്പെൻസസ്, അഡ്വർടൈസിങ് എക്സ്പെൻസസ്, അമോർട്ടൈസേഷൻ എക്സ്പെൻസസ്, ബാഡ് ഡെപ്റ്റ്, ഡിപ്രീസിയേഷൻ, എംപ്ലോയി പേറോൾ ടാക്സ്, എംപ്ലോയി വേജസ്, എൻ്റർടൈൻമെൻറ്റ്, ഇൻഷുറൻസ്, ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്, മിസ്ലേനിയസ് എക്സ്പെൻസസ്, റെൻറ്റ്, സോഫ്റ്റ്വെയർ, ടെലിഫോൺ എക്സ്പെൻസസ്, യൂട്ടിലിറ്റീസ്, വെബ് ഹോസ്റ്റിംഗ്, വെഹിക്കിൾ എക്സ്പെൻസസ് തുടങ്ങി ഓർഗനൈസേഷൻ്റെ ഓപ്പറേറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസസും നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എക്സ്പെൻസസ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ എക്സ്പെൻസസ്. അപ്പം നമുക്ക് നെറ്റ് ഇൻകം ബിഫോർ ടാക്സ് കിട്ടും, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ടാക്സ് എക്സ്പെൻസുകളും കൂടെ ലെസ് ചെയ്താലാണ് നമുക്ക് നെറ്റ് ഇൻകം കിട്ടുക. നെറ്റ് ഇൻകം ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സും കൂടെ കുറച്ചാൽ നമുക്ക് നെറ്റ് ഇൻകം കിട്ടും. അപ്പം ആദ്യം നമ്മൾ റവന്യൂ കമ്പ്യൂട്ട് ചെയ്യും. റവന്യൂടെ നമ്മൾ സെയിൽസ് റവന്യൂവും അതർ റവന്യൂവും കൺസിഡർ ചെയ്യും. റിട്ടേൺസ് എല്ലാം ഡിഡക്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടി. ടോട്ടൽ റവന്യൂ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്യും. ടോട്ടൽ റവന്യൂന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറച്ചാൽ നമുക്ക് ടോട്ടൽ എക്സ്പെൻസസ് കിട്ടും. ടോട്ടൽ എക്സ്പെൻസസിൽ നിന്ന് നമ്മൾ ടാക്സ് കുറച്ചാൽ നമുക്ക് നെറ്റ് ഇൻകം കിട്ടും. ഇതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫോർമാറ്റ് ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. കമ്പ്യൂട്ട്
പ്രിപ്പറേഷൻ ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കമ്പ്യൂട്ട് ചെയ്യാം. The following balances are taken from books of George Anderson and at the end of his first year trading on 31st December 2014. ജോർജ് ആൻഡർസണിൻ്റെ ബുക്കിൽ നിന്നുള്ള ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ഇതുപയോഗിച്ചിട്ട് നമ്മളോട് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സെയിൽസ് 40,000, പർച്ചേസ് 18,500, wages and salaries 5,100, repairs and maintenance 1,300, heating and lighting 900, general expenses 1,200, insurance 800. Cash at bank 2,200, cash in hand 1,300, trade receivables 4,100, trade payables 3,400, premises 30,000, fixture and fittings 10,000, motor vehicle 8,000, capital at January 2014 52,000, drawings 12,000. അപ്പം ഇതിൽ നിലവിൽ എന്തൊക്കെയുണ്ട്? ബാലൻസ് ഷീറ്റിലേക്കുള്ള സാധനങ്ങളുണ്ട്, റവന്യൂ എക്സ്പെൻസസും ഉണ്ട്. നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി റവന്യൂ എക്സ്പെൻസസും മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സെയിൽസ്, പർച്ചേസസ്, വേജസ് ആൻഡ് സാലറി, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ്, ജനറൽ എക്സ്പെൻസസ്, ഇൻഷുറൻസ്. ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റാണ്, ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്, ട്രേഡ് റിസീവബിൾ അസറ്റാണ്, ട്രേഡ് പേയബിൾ ലാബിലിറ്റി ആണ്, പ്രിമിസസ് അസറ്റാണ്, ഫിക്സ്ചർ ആൻഡ് ഫിറ്റിംഗ്സ് അസറ്റാണ്, മോട്ടോർ വെഹിക്കിൾ അസറ്റാണ്, ക്യാപിറ്റൽ ലാബിലിറ്റിയിലാണ് വരിക, ഡ്രോയിങ്സും ലാബിലിറ്റിയിലാണ് വരിക. അപ്പം നമുക്ക് ആദ്യം ഉള്ള ഇൻഷുറൻസ് വരെയുള്ള ഐറ്റംസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഡീഷണൽ ഇൻഫോർമേഷനും കൂടെ വായിച്ചു നോക്കണം. The following additional information is available. Inventory at 31st December 2014 was valued 4,500. You are required to prepare income statement for the year ended 31st December 2014. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? റവന്യൂ റെക്കോർഡ് ചെയ്യാം. നമുക്കിവിടെ ഒരൊറ്റ റവന്യൂ ഉള്ളൂ, സെയിൽസ്. അപ്പോൾ റവന്യൂ എന്നുള്ള ഹെഡിൽ സെയിൽസ് എഴുതുക 40,000. അതിൽ നിന്ന് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്റ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല, പർച്ചേസസും ക്ലോസിംഗ് സ്റ്റോക്കും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസസിൻ്റെ എമൗണ്ട് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് ലെസ് ചെയ്യുക. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 26,000 ആണ്. പർച്ചേസിൽ നിന്ന് ഇൻവെൻട്രി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ 18,500 4,500 കുറച്ചാൽ 14,000 ആണ് കിട്ടുക. സെയിൽസിൻ്റെ 40,000 കോസ്റ്റ് ഓഫ് സെയിൽസ് 14,000 കുറച്ചാൽ 26,000 കിട്ടും. അതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ നമ്മുടെ എക്സ്പെൻസസ് കുറയ്ക്കുക. വേജസ് ആൻഡ് സാലറീസ് 5,100, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് 1,300, ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് 900, ജനറൽ എക്സ്പെൻസസ് 1,200, ഇൻഷുറൻസ് 800. അപ്പം എക്സ്പെൻസസിൻ്റെ ടോട്ടലാണ് 9,300. 26,000 ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എക്സ്പെൻസസ് 9,300 കുറച്ചാൽ 16,700 നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ. അത് നമ്മൾ റവന്യൂ എഴുതി, അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറച്ച് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എക്സ്പെൻസസ് കുറച്ച് നെറ്റ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്തു. കോസ്റ്റ് ഓഫ് സെയിൽസ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പർച്ചേസസ് ആഡ് ചെയ്തു, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ഷീറ്റ് ആൻഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 3 പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ് ഉള്ളത്. ഒന്ന്, ടൈമിംഗ്. എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട്സ് ആക്ടിവിറ്റീസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യുക. അത് നമ്മൾ ക്വാർട്ടർലി, ഹാഫ് ഇയർലി അല്ലെങ്കിൽ ഇയർലി ആയിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്.
അതേസമയം ബാലൻസ് ഷീറ്റോ, ബാലൻസ് ഷീറ്റ് റിപ്പോർട്ട്സ് ആക്ടിവിറ്റീസ് ഓവർ എ സ്പെസിഫിക് പോയിന്റ്. ഒരു സ്പെസിഫിക് പോയിന്റ് വരെയുള്ള ആക്ടിവിറ്റീസാണ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനത്തിലാണ്. ഡിഫറൻസിനുള്ള രണ്ടാമത്തെ ബേസിസാണ് ഇൻഫോർമേഷൻ റിപ്പോർട്ടഡ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആണ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് സിഗ്നിഫിക്കൻസിലുള്ള ഡിഫറൻസ് ആണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻസ് ഓവറോൾ റിസൾട്ട് ഓഫ് ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ പെർഫോമൻസും ഫൈനാൻഷ്യൽ റിസൾട്ടും ആണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് മെഷേഴ്സ് കമ്പനീസ് വെൽത്ത് ടു കവർ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ. അസറ്റ് എത്ര, ലയബിലിറ്റി എത്ര, വെൽത്ത് ടു കവർ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ എത്രത്തോളം ഉണ്ടെന്നാണ് ബാലൻസ് ഷീറ്റ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 3 ഡിഫറൻസ് ആണുള്ളത്. ടൈമിങ്ങിലുള്ള ഡിഫറൻസ്, ഇൻഫോർമേഷൻ റിപ്പോർട്ടഡിലുള്ള ഡിഫറൻസ്, സിഗ്നിഫിക്കൻസിലുള്ള ഡിഫറൻസ്. ഇത്രയാണ് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്.